നമുക്കിന്ന് കുറച്ച് പണി കൂടുതലാണ്. കാരണം വെളുത്തുള്ളി പൊളിക്കാന്ന് പറഞ്ഞ ശരി പണി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു അച്ചാറുണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്വാദ് വേറെ ലെവലിലാണ്. അപ്പൊ സമയം കളയേണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസിസ് കിച്ചൺ. ഇത് കേരളത്തിനേക്കാളൊന്ന് വിട്ട് ഇച്ചിരി ആന്ധ്രയുടെ സ്റ്റൈലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ ഇതിന്. വെളുത്തുള്ളി എങ്ങനെ ഈസി ആയിട്ട് പീൽ ചെയ്യാന്നുള്ള ടിപ്സ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. 500 ഗ്രാം വെളുത്തുള്ളി വലുതാണെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. എള്ളെണ്ണ 1 കപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് ആ വെളുത്തുള്ളി ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തേക്കാം. നമുക്ക് നല്ല ഫ്ലെയിമിലിട്ട് അതങ്ങോട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 1/4 കപ്പ് ഫ്രൈഡ് ഗാർലിക് ഒരു ബ്ലെൻഡറിലേക്ക് ഇടാം. അത് ഫൈൻ പേസ്റ്റ് ആയിട്ട് സൈഡിലേക്ക് വെച്ചേക്കാം. വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്, അതൊക്കെ ഇട്ട് സ്ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ തണുപ്പിച്ച് അതും ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് അതൊരു 3-4 അടി, അതിനെ കൂടെ അടിക്കരുത് കേട്ടോ. 3 അടിയൊക്കെ ധാരാളം മതി. അത് കുറച്ച് പൊടിയേറ്റ് കിട്ടും വേണം. അതിന് ബാക്കിയുള്ള എണ്ണയിലേക്ക് കടുക് കൊണ്ട് ഇടാം. പിന്നെ 2 പീസ് മുളക്, പിന്നെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ നന്നായി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ കാന്താരി 25 ഗ്രാം, അതിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് സോട്ട് ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മിളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അത് അങ്ങ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ഓയിലിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതെല്ലാം കൂടി ഒന്നിച്ച് 1 മിനിറ്റ് നേരം സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു വെച്ച ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. 1/2 കപ്പ് വീണ്ടും ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരം സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത സ്പൈസസും ചേർക്കാം. പിന്നെ കായം 1 ടേബിൾ സ്പൂൺ അതും ചേർത്ത് എല്ലാം നന്നായിട്ട് ഒന്നുകൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നേരം അങ്ങോട്ട് കുക്ക് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ജാഗരി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വന്നാൽ സാധനം റെഡിയായി. അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് മാറ്റാവൂ. പിന്നെ ഏതെങ്കിലും ഗ്ലാസ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഭരണിയിലോ വേണം ഇത് സൂക്ഷിക്കാൻ കേട്ടോ. അതും ഡ്രൈ ആയിരിക്കണം. ആ ഭരണിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഓയിൽ നിൽക്കണം കേട്ടോ, കേട് വരാണ്ടിരിക്കാൻ. ഭരണിയിൽ നിന്ന് എടുത്തിട്ട് ആസ്വദിച്ചൊന്നും തരണം. ചോറിന്റെ കൂടെയൊക്കെ കിട്ടു കോമ്പിനേഷനോ ഇതാണെങ്കിൽ കുറെ നാള് ഈ ഭരണിയിലവിടെ ഇരുന്നോളും തീർന്നു, കേട് വരാണ്ട്. അപ്പൊ അതിന്റെ ടിപ്സ് ഒക്കെ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ബൈ.
നോക്കണേ, ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.